മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറയുന്നു, ദുനിയാവിൽ വെച്ച് നീ എനിക്കൊരു വാക്ക് തന്നിരുന്നല്ല റബ്ബേ, ഞാൻ കണ്ണുനീരോടെ ദുആ ചെയ്യുമ്പോ വലാ തുഖ്സിനി യൗമ യുബഅസൂൻ, ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന സമയത്ത്, പരലോകത്ത് നന്മതിന്മകൾ അളന്നു തിട്ടപ്പെടുത്തുന്ന ലോകത്ത് എന്നെ നീ അപമാനിപ്പിക്കുന്ന, എന്നെ നാണം കെടുത്തുന്ന അവസ്ഥയിലാക്കല്ല റബ്ബേ എന്ന് ഞാൻ നിന്നോട് ദുആ ചെയ്തപ്പോ നീയാണ് പറഞ്ഞത്, ശരി ഇബ്രാഹിമേ, പരലോകത്ത് നിന്നെ ഞാൻ നാണം കെടുത്തൂല. ഇബ്രാഹിം നബി കരഞ്ഞുകൊണ്ട് പറയുന്നു, ഒരു മകന്റെ വാപ്പയെ നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോ ആ മകൻ അങ്ങനെ സ്വർഗത്തിൽ പ്രവാചകനാണ്, എന്നിട്ട് ആ മകൻ അങ്ങനെ സ്വർഗത്തിൽ കസേരയിട്ടിരിക്കുന്ന രംഗം അല്ലാഹുവേ എനിക്ക് വളരെയേറെ അപമാനമാണ് അല്ലാ, അതുകൊണ്ട് നീ ഒന്ന് പരിഹരിക്കണേ റബ്ബേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയോട് മറുപടി കൊടുക്കുകയാണ്, നരകം നിങ്ങൾ ഭയക്കണം. നിങ്ങൾ വിചാരിക്കണ പോലെ ഒരു ഉംറ കൊണ്ട്, ഒരു ഹജ്ജ് കൊണ്ട് ചുഴലിയിൽ ഞാൻ അങ്ങനെ വലിയ ഹജ്ജുമ്മയായിട്ട് അങ്ങനെ കസേരട്ടിന് ഇങ്ങനെ ഇരുന്നാൽ എല്ലാം എന്റെ കാൽ കീഴിൽ വരും എന്നൊന്നും നിങ്ങൾ കരുതണ്ട. ആബിദീങ്ങൾ, ഒരു ദിവസം പോലും ഒഴിവാക്കാതെ നോമ്പെടുത്തവർ, ഒരു രാത്രി പോലും ഉറങ്ങാതെ ഇബാദത്ത് ചെയ്തവർ മരിക്കണ സമയം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, എന്താകും നാളത്തെ എന്റെ അവസ്ഥ എന്ന് എനിക്കറിയില്ല എന്നാ മക്കളോട് പറഞ്ഞത്. നമ്മുടെയൊക്കെ ചിരിയും കളിയും വാങ്ങേക്കുമ്പോഴുള്ള തമാശയും പള്ളിയുടെ മുമ്പിലൂടെ മടത്തിയിട്ട് നടത്തിയും ഇത്തരം കാര്യങ്ങളോടുള്ള അപഹാസ്യമൊക്കെ കാണുമ്പോൾ നമുക്കാരോ പതിപ്പിച്ചു തന്നിരിക്കുന്ന പോലെയാണ് സ്വർഗം. ഇബ്രാഹിം നബിയോട് അല്ലാഹ് പറയാണ്, ഇന്നി ഹറംതുൽ ജന്നത അലൽ കാഫിരീൻ. ഇബ്രാഹിം നബിയേ, ഒരു മാർഗവുമില്ല നബിയേ, ഒരു മാർഗവുമില്ല നബിയേ, സത്യനിഷേധികളായ താങ്കളുടെ വാപ്പ ഉൾപ്പെടെയുള്ള ജനതക്ക് ഞാൻ സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു നബിയേ, സ്വർഗത്തിൽ കടത്താൻ ഒരു മാർഗവും കാണുന്നില്ല നബിയേ. അതെന്റെ നീതിക്ക് എതിരാണ്, അതെന്റെ നീതിക്ക് എതിരാണ്. നിങ്ങളൊക്കെ പറയുമല്ലോ, അള്ളാഹ് എന്നെ അറിയാം, പരലോകത്ത് ചെല്ലുമ്പോ അള്ളാഹു എന്നെ പരിഗണിക്കും, എന്റെ മനസ്സ് കാണും. നീതിമാനായ അള്ളാഹുവിന് അങ്ങനെ കാണാൻ കഴിയൂല ഉമ്മാ. നീതിമാനായ പടച്ചോന് ഇവിടെയും അവിടെയും ഒരു മനുഷ്യന് സുഖം കൊടുക്കാൻ പറ്റൂല, ഇവിടെയും അവിടെയും ഒരു മനുഷ്യന് സ്വർഗീയ ആനന്ദം കൊടുക്കാൻ പറ്റൂല. അതുകൊണ്ട് ഇബ്രാഹിം നബിയെ മാപ്പാക്കാൻ പറ്റൂല, സ്വർഗത്തിൽ കടത്താൻ പറ്റൂല.